നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE +2 മൂല്യനിർണ്ണയ പ്രശ്നങ്ങൾ, ഇന്ധനവിലക്കയറ്റം. കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള വിഷയങ്ങൾ ഏറെയാണ്. എന്നാൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. 23 പാർട്ടികളടങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് മുന്നോടിയായി കൂടിയാലോചനകൾക്ക് പകരം കലഹമാണ് ഉണ്ടായിരുന്നത്. പ്രധാന പാർട്ടികളായ ആം ആദ്മി പാർട്ടി, DMK എന്നിവർ മുന്നണിയുടെ ഭാവി തീരുമാനിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് സ്വന്തം സംഘടനാശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്നും കൂട്ടായ്മയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും കാട്ടിയാണ് ആം ആദ്മി പാർട്ടി സഖ്യം വിട്ടത്. BJP എതിർക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും ഇവർ വിമർശനം ഉന്നയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മാത്രം രൂപീകരിച്ചതാണ് ഇന്ത്യ സഖ്യമെന്നും ഇവർ ആരോപിച്ചിരുന്നു. അതേസമയം UPA സഖ്യം രൂപീകരിക്കപ്പെട്ട 2004 മുതൽ 2013 വരെ കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം. തമിഴ്നാട് നിയമസഭയിലാകട്ടെ ഈ വർഷം വരെ ആ കൂട്ടുകെട്ട് നിലനിന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്രി കഴകം വിജയിച്ചതിന് പിന്നാലെ സഖ്യം വിട്ട് കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണ നൽകുകയും മന്ത്രിസഭയിൽ അംഗമാകുകയും ചെയ്തു. ഇത് DMK പ്രവർത്തകരെ ഞെട്ടിച്ചു. ജൂൺ 5-ന് DMK ഇന്ത്യ മുന്നണിയിൽ അംഗമല്ലെന്ന് പാർട്ടി വക്താവ് TKS ഇളങ്കോവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. TVK കാരണമാണ് DMK ഇന്ത്യ സഖ്യം വിട്ടതെങ്കിലും വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ നിന്ന് ആരും സഖ്യത്തിന്റെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. യോഗത്തിൽ അവർക്ക് ക്ഷണമില്ല എന്നതാണ് പ്രധാന കാരണം. ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗത്വമില്ലാത്തതിനാലാണ് TVK കോൺഗ്രസ് ക്ഷണിക്കാത്തത്. മോദി സർക്കാരിനെ നേരിട്ട് എതിർക്കുന്ന എംപിമാരുള്ള പാർട്ടികൾ മാത്രമാണ് ഇന്ന് യോഗത്തിലുള്ളത്. നിലവിൽ TVK തമിഴ്നാട്ടിൽ മാത്രം ശക്തിപ്പെടുത്താനാണ് വിജയ് ശ്രമിക്കുന്നത്. ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുന്നത് തൽക്കാലമില്ല. കോൺഗ്രസ് നയിക്കുന്ന കൂട്ടായ്മയോടുള്ള വിയോജിപ്പ് കാരണം യോഗത്തിൽ നിന്നു മാറി നിൽക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമായി കാണരുതേ എന്നും DMK വ്യക്തമാക്കിയിട്ടുണ്ട്. സഖ്യത്തിലെ മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്ന ജനക്ഷേമകരമായ ദേശീയ വിഷയങ്ങൾക്ക് DMKയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും തങ്ങൾ ഉയർത്തിയ പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തിയും പ്രതിഷേധവും യോഗത്തിൽ അറിയിക്കാനാണ് CPM തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര ഏജൻസിയായ ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിച്ചിരുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ രഹസ്യധാരണയുണ്ടായെന്ന പ്രചാരണം കോൺഗ്രസ് അഴിച്ചുവിട്ടെന്നും ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ പ്രചാരണം ഏറ്റെടുത്തുവെന്നും ബേബി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങളെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായി മാത്രം കാണാൻ കഴിയില്ലെന്നും ഇത് തികച്ചും ആസൂത്രിതമായ പ്രചാരണമായിരുന്നുവെന്നുമാണ് ബേബിയുടെ വിമർശനം. ജനറൽ സെക്രട്ടറിയോ PB അംഗങ്ങളോ പങ്കെടുക്കാത്ത ഇന്നത്തെ യോഗത്തിലേക്ക് ജോൺ ബ്രിട്ടാസ് MPയാകും പ്രതിനിധിയായി എത്തുക. അതേസമയം അടുത്തിടെ നടന്ന പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പോടെ നാമാവിശേഷമായി തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ ഇന്ത്യ സഖ്യവുമായി ഇപ്പോഴും യോജിച്ച് പ്രവർത്തിച്ചിരുന്നവരല്ല. എന്നാൽ നിലവിൽ പാർട്ടി നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ സമയമായതിനാൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ബംഗാളിൽ വരും നാളുകളിൽ സജീവമാക്കാനും അതുവഴി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനെയും പാർട്ടിയെ ബംഗാളിൽ വിജയവഴിയിൽ കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. ഇതിനായി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി ഡൽഹിയിലെത്തി. യോഗത്തിൽ പങ്കെടുക്കുന്ന CPM ആകട്ടെ കോൺഗ്രസുമായി അത്ര രസത്തിലുമല്ല. സീതാറാം യെച്ചൂരിയുടെ കാലത്ത് കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും പിന്തുണ നൽകിയ CPM ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് അകൽച്ചയിലായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയ രാഹുൽ ഗാന്ധി CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടായെന്നതും സ്വർണം കട്ടുന്ന ആരപ്പ എന്ന പാട്ട് പ്രചാരണത്തിൽ പ്രയോഗിച്ചതുമെല്ലാം CPM-നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിന്റെ ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്നതാണ് പാർട്ടിയുടെ ആവശ്യം. BJP അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ പരിഹാസമാണ് ഉന്നയിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വന്നാലോ ഒരു പ്രതിസന്ധി വന്നാലോ തെരഞ്ഞെടുപ്പിൽ തോറ്റാലോ മാത്രമാണ് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത് എന്നും അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവുമില്ല എന്നുമാണ് BJP വാദം. ഇനി എന്താണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.